ആ ഇറങ്ങി ഇറങ്ങി. ആരെ 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 ആരത് 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 ആരാണത്? എനിക്ക് ആരത്? ഇവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നു. ഈ ചുമന്നാറില്ലേ അവനാണ്. നിൽക്കടാ നിൽക്കടാ നിൽക്കടാ. എടാ നീ നിൽക്കാൻ പറഞ്ഞ എടാ നമ്പർ ഓട്ടിയാണ് നമ്പർ. എടാ നിൽക്കുക, നീ ഞാൻ അടിക്കല. നിൽക്ക നമ്പർ പ്ലേറ്റ് ഇല്ല. ആ നിൽക്കി നിൽക്കി കാണിച്ചു. ഞാൻ എന്തുകൂടെ ഊമ്പാ നടക്കണം. നീ ഇറങ്ങി കാണിക്കണം. ഇറങ്ങി ലൈസൻസ് ഇതാടാ നിൻ്റെ ലൈസൻസ്. നീ പോലീസ് വണ്ടി ഇടിച്ചിട്ടങ്ങ് നൈസായിട്ട് പോവല്ലേ, നൈസായിട്ട് അങ്ങ് പോവല്ല. ട്രാഫിക് ജാം ഇവിടെ. എടാ ഇവന്മാരെ ഞാൻ നിർത്തിയ ട്രാഫിക് ജാമോ ജനങ്ങൾ ഇത്. എടാ ഇവൻ്റെ മുഖം നീ ശ്രദ്ധിച്ചു വെച്ചോട്ടെ. ഈ കുണ്ണേരെ മോന്ത നോക്കട്ടെ. ഓക്കെ, അവൻ്റെ മോന്ത ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്. ഒരു മറ്റേ കുണ്ണ പുഴുങ്ങിയ മോന്തയാണ് അവൻ്റെ. എനിക്ക് ഈ മോന്ത ഞാൻ മറ്റേ എവിടെ പോയിട്ട് ഞാൻ വരയ്ക്കൂടാ. ഞാൻ ഒരു പേപ്പർ എടുത്തിട്ട് പെൻസിൽ വെച്ച് വരയ്ക്കും. എനിക്ക് എൻ്റെ പോലീസ് സഹപാഠിക്ക് കാണിച്ചു കൊടുക്കും. എനിക്ക് മനസ്സിലായില്ലേ? നിൻ്റെ വീട്ടിൽ വന്ന് ഞാൻ തൂക്കും നിന്നെ, മനസ്സിലായില്ലേ? ലാത്തി കൊണ്ടുവന്ന് നിൻ്റെ അണ്ടി ഞാൻ കയറ്റി നിൽക്കിപ്പം നോക്കും. ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ മാറിയിരിക്കുന്നു. ഓക്കെ, ഇൻറ്റീരിയർ കേട്ടോ. എടാ എടാ ഇവിടെ ക്യാമറ ഉണ്ടാടാ, CCTV ഉണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുക്കാമായിരുന്നു. എടാ ഞാൻ കുറച്ച് സ്പീഡ് ഉണ്ടായിരുന്നു, പക്ഷെ ആ വണ്ടിയുടെ ഇതാണ്, മനസ്സിലായില്ലേ? എന്നാലും അവന്മാരിങ്ങനെ ചേർന്നൊത്തി മാറി തരണ്ടേ. അത് വലിയ തട്ടല്ല. ഓ ഓ ഓ ഓ ഓ ഓ ഞാൻ സ്പീഡ് കുറച്ചു. ഞാൻ ജനങ്ങളെ മറ്റേ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഓവർ സ്പീഡിൽ പോയിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൂടാ, മനസ്സിലായില്ലേ? എടാ ആദ്യം ഞാൻ ശ്രദ്ധിക്കാതെ ഓടിച്ചുകൊണ്ടാണ്. എടാ 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 അത് മനപ്പൂർവ്വം ഓടിച്ചല്ലേ, അത് വന്ന് എനിക്ക് ഒരു സെക്കൻഡേ. എടാ നിൽക്കൊന്ന്, നിങ്ങളെന്നെ ടെൻഷൻ അടുപ്പിക്കല്ലേ, ടെൻഷൻ അടുപ്പിക്കല്ലേ, പോലീസുകാരൻ ടെൻഷൻ അടുപ്പിക്കല്ലേ. നിങ്ങളെന്ത് ഇങ്ങനെ ലൊട്ടത്തരം കാണിക്കും? നിങ്ങളെ ഞാൻ ട്രാഫിക് ജാം മാറ്റി തന്നില്ലേ? നീയൊക്കെ എന്നോട് നന്ദി പറയണ്ടേടാ ലൊട്ടകളെ. അത്രയും വലിയ ട്രാഫിക് ജാമി അവിടെ മാറ്റി കൊടുത്തു, എന്നിട്ട് ഒരു നന്ദി പോലും പറയൂല ലോട്ടകൾ. പതിയെ പോവാം. ഞാൻ ജനങ്ങളെ എത്ര 100-ൽ പോവാം, 100-ലേ പോവാം. 100-ൽ പോകാണെങ്കിൽ കുഴപ്പമില്ല. 110 പതിയെ സ്പീഡ് കയറ്റി നോക്കാം. വലിയ ഡേഞ്ചറില്ലാതെ പോകണം. സീരിയസ്ലി ചാറ്റ് ലോട്ടയോ പാട്ട്. മണ്ണേ നമ്പി മരമിരിപ്പോ ഞാനോ 120 ഇത്ര സ്പീഡേ ഉള്ള. എടാ 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 അവനെ എടാ അല്ല, ഒരു സെക്കൻഡേ. ആ കുന്നയോട് എനിക്ക് ആ ഓറഞ്ച് കാറ് പുണ്ടച്ചിമോനല്ലേ അത് മറ്റേ അവനാണ് നേരത്തെ വന്ന ഓറഞ്ച് കാറ്. ചാറ്റെ സംശയിക്കേണ്ടിയിരിക്കുന്നു. എടാ എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ആ സ്കെച്ച് വരയ്ക്കണോടാ. എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ വരയ്ക്കോടാ. മറ്റേ 2 ഫോട്ടോ എനിക്ക് വരയ്ക്കാനുണ്ട്. ആദ്യം എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോകണം. ഈ കുറച്ച് എൻ്റെ കൂടെ ഉള്ള പോലീസുകാരന്മാരൊക്കെ എവിടെയാണ്? അവന്മാരൊക്കെ എന്ത് ഇത് ഒരുമാതിരി ലൊട്ടത്തരം. എനിക്ക് അവന്മാരെവിടെയാണ്? ട്രാഫിക് അതാണ് ഇവിടെ ഒരിത്തിരി കാണാനില്ല. എൻ്റെ പോലീസുകാരെ മറ്റേ സഹായികൾ എവിടെ? അത് നിങ്ങൾ തന്നെ ചോദിക്കേണ്ട ചാറ്റ്. ഇതെന്ത് ഞാൻ മാത്രം ഇവിടെ ഒരു ലക്ഷക്കണക്കിന് ജനങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? അവിടെ പോലീസ് സ്റ്റേഷൻ കാണുന്നുണ്ട്, അങ്ങോട്ട് പോവാം. പക്ഷെ സഹായത്തിന് ഇവിടെ ഒരൊറ്റ ആളെ കാണില്ലല്ലോ. അന്യായം ഓർ വാട്ട്? എടാ എടാ എല്ലാത്തിനും ഞാൻ തരാം. എല്ലാണത്തിൻ്റെ വെട്ടിത്തിരിപ്പും, വണ്ടി വെച്ചുള്ള വെട്ടിത്തിരിപ്പും, ലൈസൻസ് കട്ടിങ്ങും, നമ്പർ പ്ലേറ്റ് ഇല്ലാത്തതും, തന്തയ്ക്ക് പറക്കാത്ത ഉണ്ണത്തരം കാണിക്കണം, എല്ലാം കൂടെ ഞാൻ എൻ്റെ സ്റ്റേഷനിൽ തൊട്ട് എൻ്റെ കുറച്ച് പേരെയും കൊണ്ട് ഇങ്ങോട്ട് വരും. മനസ്സിലായില്ലേ? ഒരു ലാത്തി എടുക്കും, നിൻ്റെ അണ്ടി ഞാൻ അടിച്ചു പൊട്ടിക്കും. എനിക്ക് ഓരോരുത്തന്മാരെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ഓരോരുത്തന്മാരെ നോക്കി വെച്ചിട്ടുണ്ട്. ആദ്യം എൻ്റെ സ്റ്റേഷനെ ഒന്ന് എത്തിക്കോട്ട്. മണ്ണേ നമ്പി മരമിരിപ്പൂ ഞാനോ 99.
എടാ എടാ ഇവനെ നിൽക്കാം. എടാ ഇതെന്ത് ഒട്ട. എടാ ഇവിടെ എന്ത് പ്രശ്നം? ഇല്ല പ്രശ്നമില്ല. എടാ എൻ്റെ വണ്ടി ഉണ്ടല്ലേ. എടാ അത് ഇടിച്ച് നിൽക്കുക. അവിടെ നിന്ന് പോയി റിപ്പയർ ചെയ്യാം ഇടപ്പിക്കല്ലേ. ആ ചെറിയ തട്ടുമുട്ടുകളൊക്കെ പറ്റിയാണ്. അത് റിപ്പയർ ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് കയറാം. ഇല്ല അവിടുത്തെ പറ്റിയില്ല. മറ്റേ ഡെപ്യൂട്ടി ചീഫ് എന്നെ ഉണ്ണത്തരം പറഞ്ഞുകൊണ്ട് വരും. മറ്റേ ലോട്ട കാര്യം പറയാല്ലേ. എടാ എന്ത് അനിയന്ത്രിതമായിട്ടുള്ള വാഹനങ്ങൾ, അനുവദനീയമല്ലാത്ത രീതിയിൽ റോഡുകളിൽ വാഹനത്തിരക്കുകൾ, ഇത് ജനസമ്മർദ്ദത്തെയും പോലീസ് സഞ്ചാരത്തെയും ദുരുപയോഗം ചെയ്യുന്ന രീതിയിൽ ജനങ്ങൾ മാറിയിരിക്കുന്നു. ഇതിന് പരിഹാരം രാത്രി വെച്ച അണ്ടിയിലടി ഉടനെ നൽകുന്നതായിരിക്കും. ഈ ലോട്ടകൾ കാരണം ഇപ്പോൾ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയല്ലേ. എங்கே பார்த்தாலும் നീ അയ്യ. മണ്ണേ നമ്പി വഴി മാറി. വഴി മാറിയേ കാര്യം പറയാല്ലേ. വഴി മാറി. എനിക്കിനി പെട്ടെന്ന് 1000 കോയിൻ ആക്കിയിട്ട് പറ്റില്ല. പോലീസ് സൈറൻ എടുക്കണോടാ. അതില്ലെങ്കിൽ ഇവന്മാർക്ക് അത്ര ഭയമില്ലടാ. അത് എനിക്കത് ഞാൻ പോലീസ് സ്റ്റേഷനെ വെച്ച് മറന്നു. അത് എനിക്ക് തിരിച്ച് തരണോ എന്ന് ചോദിക്കാൻ പോകണം. അതെനിക്കിനി സെറ്റാക്കണം. 1000 കോയിൻ കൊടുത്താലേ ആ സൈറൻ എനിക്ക് തിരിച്ചു തരുമെന്നാണ് പറഞ്ഞേക്കണം. അതിനി ചോദിച്ച് വാങ്ങിക്കണോടാ. കാര്യം പറയാല്ലേ. ഇതൊക്കെ ഏത് വഴി? ഇടവഴിയാണെന്നോ ചേട്ടാ? ഞാൻ ഇടവഴി അതിക്രമിച്ച് അതിക്രമിച്ച് അറിയുന്നില്ല. അത് ആ വഴി കൺഫ്യൂസ് ആയിപ്പോയി. ഏതായാലും പോലീസ് സ്റ്റേഷനിൽ പോവാം. ആദ്യം കംപ്ലൈൻറ്റ് അവതരിപ്പിക്കാം. അതാ രാഷ്ട്രമനെ പോയിട്ട് എനിക്ക് എല്ലാ കുണ്ണേനെ നോക്കണം. ആദ്യം സ്റ്റേഷനിൽ കയറിട്ട് ചാറ്റേ അവസാനം ഗ്രാഫിക് കുറഞ്ഞ ഇതിനെ ഇല്ലില്ല. സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടേ. ഈ സ്മോക്ക് ഇപ്പം തന്നെ പോയി മാറ്റാം കേട്ടോ. ബേക്ക് ഇറങ്ങുമ്പോൾ ഇപ്പം തന്നെ പോയി മാറ്റും. പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടോ ചാറ്റേ? ഇനി എന്ത്? പോലീസ് സ്റ്റേഷനിൽ എത്തിയല്ല, ഇനി അകത്തോട്ട് കയറുന്നത് പിന്നെ നാളെ പോവാം. മനസ്സിലായില്ലേ? കുറേ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു കൊണ്ട് അത് പരിഹരിക്കാനുള്ള സമയമുണ്ട്. അടിക്കണ കൊണ്ടേ എന്തായാലും ഇറങ്ങുവാണ്. എന്താ ഭയം വേണം. ഇവനൊക്കെ എന്ത് പൊക്കോ ഇത്ര എന്ത്? എടാ പോലീസ് സ്റ്റേഷന് മുന്നേ നീ ഫോൺ സംസാരിക്കണം. നിന്റെ തന്തയ്ക്കാണ് പുണ്ണെ വിളിക്കണം. വച്ചിട്ട് പോടാ എടാ പുണ്ണെ ചാടി ഇടിക്കും ഞാൻ നിന്നെ. നിൽക്കേ ഇതായിരിക്കും നിൽക്കേ എടാ അനങ്ങാ നിൽക്കാം. നീ മൂന്നിലോട്ട് പോകണം. പിന്നെയോടി അതാ നിന്റെ തന്ത നിന്നെ തേടി നടക്കണം. നീ വീട് വിളിച്ച് നീ ഈ സ്യൂട്ടൊക്കെ ഇട്ട് നടക്കണം. വീട്ടിൽ പോകാൻ നോക്കടാ ഉണ്ണി. എൻ്റെ ഹിന്ദി അല്ലെ പോലീസ് സ്റ്റേഷനിൽ ഇതിന് ശേഷം കയറാം. ഇപ്പം നാളെ കയറാം. ഇപ്പം എന്തായാലും വിട്ടുപിടിക്കാം. ആദ്യം ചെയ്യേണ്ട കാര്യം അതാദ്യം തന്നെ ചെയ്യാൻ പോകണം. സ്മോക്ക് മാറ്റൽ അത്യധികം ആവശ്യകരമായൊരു സാധനമാണത്. വണ്ടി അഴുക്കായാന്ന് തോന്നിക്കാൻ. ചെറുതായിട്ട് അഴുക്കായി. ചുമ്മാ അല്ല പറഞ്ഞല്ലേ. ചെറിയൊരു ഇരപ്പുണ്ടായിരുന്നല്ലേ. എടാ ചെറിയൊരു ഇരപ്പുണ്ട് കേട്ടോ. അത് നിങ്ങൾ വലിയ സീനാക്കണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ജസ്റ്റ് നോക്കിയാണ് അവൻ്റെ ഇരപ്പ്. അത് മറ്റേ ഇവിടുത്തെ ഒരു സ്റ്റാൻ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. അത് വലിയ ഇതാക്കല്ലേ. അത് കളഞ്ഞിട്ടാണ്
ടയർ സീനായിരുന്നു. ഞാൻ മറ്റേ കുന്നാള മറ്റേ ട്രാഫിക് ജാമിൽ നിന്ന് രക്ഷിക്കാൻ പോയപ്പം അതിൻ്റെ. പിന്നെ വിഷ്വൽ ട്രെയിനിങ് അല്ലല്ലോ എന്തെങ്കിലും ഒരു സാധനം വെച്ച് അതേ വിഷ്വൽ ട്രെയിനിങ്ങിൽ പെയിൻറ്റിൽ സ്മോക്ക് അത് ബ്ലാക്ക് ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് എന്ത് സംഭവിച്ചെന്നുള്ളത് നാളെ നോക്കി വെച്ചിട്ട് എല്ലാ എണ്ണത്തിനും ഞാൻ സീനാകും. കാര്യം പറയാല്ലേ, നാളെ കാണിച്ചു തരാം ചേട്ടൻ.